ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെയുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്ലം കേക്കിൻ്റെ രുചി തന്നെയാണ് ഇതിന്. നമ്മളിതിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള യാതൊന്നും തന്നെ ചേർക്കുന്നില്ല. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് 2-3 തവണ അരിച്ചെടുക്കുക. എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാത്രം ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് തൊലിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓറഞ്ച് ഭാഗം മാത്രം എടുക്കുക കേട്ടോ, ഈ വെളുത്ത ഭാഗം എടുക്കരുത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലിയാണ് വേണ്ടത്. അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ കൂമ്പാറാക്കിയിട്ട് എടുക്കരുത് കേട്ടോ, കൈകൊണ്ടൊന്ന് വടിച്ചിട്ട് എടുക്കുക. ഈ പഞ്ചസാരയിൽ നിന്നും പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ 4 ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ച് തൊലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ പഞ്ചസാര നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഓറഞ്ച് തൊലി ചേർത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഓറഞ്ച് കളറിലിരിക്കുന്നത്. നമ്മൾ പ്ലം കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സൊക്കെ വേണം. ഞാനിവിടെ 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടാവില്ലേ, അതെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുക്കുമ്പോൾ കുരു ഇല്ലാത്തത് നോക്കിയെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള പഞ്ചസാര ഇല്ലേ, അത് ചൂടായിട്ട് കിടക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇളക്കാതെ വെക്കുക. ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണിലൊക്കെ പഞ്ചസാര ഒട്ടിപ്പിടിക്കും. ഈ പഞ്ചസാര കുറഞ്ഞ തീയിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാര കുറേശ്ശെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇതല്ല കേട്ടോ നമ്മുടെ പരുവെന്ന് പറയുന്നത്, കുറച്ചുകൂടി ഡാർക്ക് കളറിലേക്ക് മാറണം. ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ ഇത് കൂടുതൽ ഡാർക്ക് കളറിലേക്ക് മാറും. ഒരുപാട് ഡാർക്ക് കളറായാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മുടെ കേക്കും ആ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലും കൂടുതൽ ഡാർക്കാക്കി എടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ചൂടായിട്ട് കിടക്കുന്ന ഷുഗറല്ലേ, അപ്പോൾ വെള്ളം ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മേൽക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ ഷുഗർ കട്ട പിടിക്കും. ഇപ്പോൾ ഈ സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോഴാണ് ഇത് സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫ്ലേവറിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഇത് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ഷുഗറല്ലേ, തണുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കട്ട പിടിക്കും. അതുകൊണ്ട് ഇത് ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത്രയും ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് മൈദപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്ന് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടില്ലേ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പൗഡർ ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ. ഇപ്പം ഞാൻ ഈ പഞ്ചസാര പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്തില്ലേ, ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് 15 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് 5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഈ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ ഒരു 3-4 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ നട്ട്സ് ഈ മൈദയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നട്ട്സ് മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നട്ട്സ് ഒന്നും അടിയിലേക്ക് പോവില്ല. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്റർ പോലെ ആവരുത്. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ തിക്കായിട്ടിരിക്കണം. എന്നാലേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് വരുള്ളൂ. ബാറ്ററി ലൂസായാലും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ അടിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കുഴിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ മതി കേട്ടോ. ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ട്രേയിൽ നിറയെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളെ ബാറ്ററി ട്രേയുടെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പോട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 55 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടും കേട്ടോ.
നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോളുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. ആ ഹോളിലൂടെ ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ചു കൊടുക്കുന്നത്. 55 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടാവും. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ഈ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഈ കേക്കിൻ്റെ അടിയൊന്നും കരിഞ്ഞു പോകാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. നമുക്കിത് നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണിത്. പ്ലം കേക്ക് ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസമാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിച്ചാൽ മതി കേട്ടോ. ഞാനിതൊരു ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.